വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് KS ചിത്ര. ചിത്ര ചേച്ചി എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന KS ചിത്രയോളം മലയാളികളെ സ്വാധീനിച്ച മറ്റൊരു ഗായികയും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ സംഗീത ലോകത്ത് മലയാളത്തിന്റെ അഭിമാനമായി മാറിയ വാനമ്പാടി. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങി മറ്റ് ഭാഷകളിലെല്ലാം സ്വന്തമായ ഇടം നേടിയ ഗായികയാണ് ചിത്ര. വിവിധ ഭാഷകളിലായി 25,000-ലധികം ഗാനങ്ങൾ ചിത്ര ആലപിച്ചു. പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ തേടിയെത്തിയപ്പോഴും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയോട് കൂടി മാത്രമേ അവർ അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ. അതേസമയം കരിയറിൽ ഒരുപാട് പ്രശസ്തിയിലെത്തിയെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ തീരാ ദുഃഖം ചിത്രയ്ക്കുണ്ട്. ഏകമകൾ നന്ദനയുടെ അകാല വിയോഗം ചിത്രയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. 10 വർഷത്തോളമായി ചികിത്സയ്ക്ക് ശേഷമാണ് മകളുടെ ജനനം. എന്നാൽ കാത്തിരുന്നു കിട്ടിയ പൊന്നോമനയെ കൊഞ്ചിച്ച് കൊതി തീരും മുൻപേ ദൈവം ആ മകളെ തിരികെ വിളിച്ചു. 2011 ഒരു വിഷുനാളിൽ ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണാണ് നന്ദന മരിക്കുന്നത്. 9 വയസ്സായിരുന്നു അന്ന് നന്ദനയ്ക്ക് പ്രായം. സ്പെഷ്യൽ ചൈൽഡ് ആയിരുന്നു നന്ദന. മകൾ വിട്ടുപിരിഞ്ഞ് വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ആ വേദനയിൽ നിന്ന് ചിത്രയ്ക്ക് ഇപ്പോഴും കരകയറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ മകളുടെ ഓർമ്മകളിൽ ഒരിക്കൽ ചിത്ര പങ്കിട്ട വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. എന്റെ ഹൃദയത്തിൽ നീ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കിയാണ് മകളെ പോയത്. ആ വിടവ് നികത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഓരോ ദിവസവും നിന്നെ കൂടുതൽ കൂടുതൽ മിസ് ചെയ്യുകയാണ് എന്നായിരുന്നു മകളുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രയുടെ കുറിപ്പ്. മകളെ നഷ്ടപ്പെട്ട ചിത്രയ്ക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകനും ഇതേ ചോദ്യം ചോദിക്കുകയുണ്ടായി. അന്ന് ചിത്ര നൽകിയ മറുപടിയും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. എന്റെ നന്ദനമോൾ തന്നെയാണ് എപ്പോഴും മനസ്സ് നിറയും. അവൾ വളരെ പൊസസീവ് ആയിരുന്നു. മറ്റൊരു കുഞ്ഞിനെ എടുക്കുമ്പോഴും അവളുടെ മുഖം വല്ലാതെ ആകുമായിരുന്നു. അനിയന്റെ കുഞ്ഞിനെ എടുത്താൽ പോലും അവൾക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിരുന്നതാണ്. ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ്. അതിനെ പഠിപ്പിക്കണം, കല്യാണം നടത്തണം. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തനിക്കറിയില്ല. അതുകൊണ്ടാണ് നന്ദനമോളെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് എന്നായിരുന്നു ചിത്ര പറഞ്ഞത്. അതേസമയം ഇപ്പോൾ കാണുന്ന ചിത്ര പഴയ ചിത്രയല്ലെന്നും താനും ഭർത്താവും ഓരോ ദിവസവും വളരെ ഡിപ്രസ്ഡ് ആണ് എന്നും ചിത്ര അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും അവളെ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. കരയാത്ത ഒരു ദിവസം പോലുമില്ല. പക്ഷെ എനിക്ക് ജീവിക്കണ്ടേ, മരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയല്ലേ പറ്റൂ എന്നും ചിത്ര ചോദിക്കുന്നു. ഇനി എന്ത് വലിയ ദുഃഖം വന്നാലും തനിക്ക് താങ്ങാൻ പറ്റുമെന്നും ചിത്ര പറയുന്നുണ്ട്. ഇതിലപ്പുറം ഒന്നും എനിക്കിനി താങ്ങാനാവാത്തതായില്ല. അത്രത്തോളം വേദന സഹിച്ചു. എല്ലാം താങ്ങാവുന്ന കരുത്ത് എനിക്ക് തരാൻ വേണ്ടിയാകും ദൈവം ഇങ്ങനെയൊരു വേദന തനിക്ക് തന്നത്. ഏത് മുറിവിനെയും കാലം മായ്ക്കുമെന്നാണ് പറയാറ്. പക്ഷെ എനിക്കേറ്റ ആ മുറിവ് കാലം ഉണക്കുന്നില്ല. പക്ഷെ എന്റെ നന്ദന എന്റെ മനസ്സിൽ നിന്ന് 1 ഇഞ്ച് ഇറങ്ങിയിട്ടില്ലെന്നും ചിത്ര പറയുന്നു. മകളെ കുറിച്ചുള്ള KS ചിത്രയുടെ ഹൃദയസ്പർശിയായ വാക്കുകൾ വൈറലായതോടുകൂടി ചിത്രയെ ആശ്വസിപ്പിച്ച് നിരവധി ആരാധകരാണ് രംഗത്തെത്തിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.